അപ്പം ഞാൻ ഒരു സിനിമ കണ്ടു. സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂവി. അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു പരിപാടി അല്ല അത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് നെറ്റ്ഫ്ലിക്സിലായിരുന്നു. ബ്ലാക്ക് മിറർ ബാൻഡർ സ്നാച്ച്. കറക്റ്റായിട്ട് പറഞ്ഞു, വെരി ഗുഡ്. അപ്പം ഈ ഒരു ഇതിലൊക്കെയാണ് ഇത് വരുന്നത്. ഇതാണ് ആ ചെറുക്കൻ. ഈ ചെറുക്കൻ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലൈക്ക് ഈ ഇങ്ങനെ ഗെയിം കളിക്കാൻ സമയമില്ല. അതായത് ഒരു 1985 കാലഘട്ടം ആ ടൈമിൽ ഒരു ഗെയിം, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിം എന്താ ഓഡിയൻസിന് അവരുടെ ഓപ്ഷൻസിൽ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്രീ വില്ലിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുന്നതും അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഒരു ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ഈ ചെറുക്കനെ ചെയ്യുന്നത്. ഈ ബുക്കിന്റെ പേരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൻഡർ സ്നാച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ സിനിമ ഇങ്ങനെ കണ്ടുവന്നപ്പോൾ നമുക്ക് പല രീതിയിൽ ഇത് കാണാം. അതായത് നമുക്ക് ഈ ഇതിനകത്ത് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. അതായത് മെയിൻ കാര്യങ്ങൾ, അതായത് സ്പോയിലറായിട്ട് പറയുന്നില്ല, ആരെങ്കിലും കണ്ടാലും ഇനി. അപ്പം മെയിൻ ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ തന്നിരിക്കുന്നത്. അപ്പം ശരിക്കും നമുക്കങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്നതിനനുസരിച്ച് ആ സ്റ്റോറി ലൈൻ മാറുകയും ചെയ്യുന്നുണ്ട്. ഞാൻ 2 വട്ടം കണ്ടു നോക്കി. ഈ സെയിം സാധനമാണല്ലോ റിപ്പീറ്റ് അടിച്ച് വരുന്നതെന്ന് അറിയണമല്ലോ, അതുകൊണ്ട്. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടു നോക്ക്, ചിലപ്പോൾ ഇഷ്ടപ്പെടും.